എന്തേലും ഒരു തീരുമാനം ആക്കണം എന്ന് വിചാരിച്ചൊരു സംസാരം വരുമ്പോ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അവരങ്ങനെ പ്രശ്നവും, അവർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്, അല്ലെങ്കിൽ നിന്റെ കൊച്ചു പറ്റില്ല. ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ഓക്കെ വേണ്ട, കൊക്കോ ടാറ്റ ബൈ ബൈ, എനിക്കിനി വേണ്ട അങ്ങനെ പറഞ്ഞാ വിടുന്നത്. കാരണം ഒട്ടും ഒരിക്കലും ഇപ്പൊ എനിക്ക് ലൈഫ് വേണമെങ്കിൽ എന്റെ കൊച്ചിനെ വിട്ടിട്ട് ഒരു പണിയില്ല. അവൻ അക്സെപ്റ്റ് ചെയ്യുന്ന, ഇപ്പൊ എന്റെ കൂടെ താമസിച്ചില്ലെങ്കിലും കൊച്ചിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഓക്കെ, കൊച്ചിനെ അക്സെപ്റ്റ് ചെയ്യണം. അതെ, എനിക്ക് ഇടക്കാണെങ്കിലും കൊണ്ടുവന്ന് നിർത്തണം എന്റെ മോനെ. കാരണം എന്റെ വീട്ടുകാർ ഓൾറെഡി എന്നെ കെട്ടിക്കണമെങ്കിൽ കൊച്ചിനെ കൂടെ തരില്ല എന്ന് പറഞ്ഞു. എന്റെ ചേട്ടൻ എനിക്ക് വേണ്ടിയാ ജീവിക്കണേ, ചേട്ടൻ കെട്ടിയിട്ടില്ല. എന്റെ മോനെ നോക്കണ ചേട്ടൻ ആണോ? അതിനുവേണ്ടി കെട്ടാതിരുന്നയാണോ? ആള് ഓൾറെഡി ഞാൻ പറഞ്ഞ ഇൻട്രോവേർട്ടാ, ഇതുവരെ ഫോൺ പോലും ഇല്ല. എന്റെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ചെക്കൻ എന്ന് പറഞ്ഞ എന്റെ ചേട്ടനാ. ഫോൺ പോലും ഇല്ല? ഫോണില്ല. അയ്യോ, അങ്ങനത്തെ ഒരാളെ കാണാൻ തന്നെ ഫോണില്ല. കൂട്ടുകാരാകെ രണ്ടുപേരുണ്ട് ചേട്ടന്, 2 കൂട്ടുകാരന്മാരുണ്ട്, വേറെ 2 മൂന്നേരുണ്ട്. പക്ഷെ എപ്പോഴും നടക്കുന്ന 2 കൂട്ടുകാരുണ്ട്, ശരത്ത് അപ്പു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൂടെയൊക്കെയാ നടക്കുന്നത്. അപ്പൊ എന്റെ ചേട്ടൻ അടിപൊളിയാ. ചേട്ടനൊരു പെണ്ണ് കിട്ടിക്കഴിഞ്ഞാലും പൊന്നു പോലെ നോക്കും. ചേട്ടനിപ്പോ എന്നെ പോലെ ഒരു പെൺകുട്ടീനെ മതി എന്നുള്ളൊരു